ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മീൻ പൊള്ളിച്ചത് ചപ്പാത്തിക്കും ചോറിനും പത്തിരിക്കും എല്ലാത്തിനും ബെസ്റ്റാണ്. ഇത് നമ്മളിവിടെ ഐക്കോറ വെച്ചിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത്. ഇതേ രീതിയിൽ ഏത് മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ ഫ്രണ്ട്സ്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതാ അയക്കോറ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഇതിൽ നിന്നൊരു 4 കഷ്ണമാണ് ഞാനിവിടെ പൊള്ളിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അയക്കോറ തന്നെ വേണമെന്നില്ല കേട്ടോ. മത്തി, അയില, ആവോലി ഏത് തരം മീനും ഇതേ രീതിയിൽ പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മസാല പുരട്ടി വെക്കണം. അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 സ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. ഇത് ഞാനൊരു 5-6 കഷ്ണം മസാല പരട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മസാല പരട്ടിയതിന് ശേഷം 4 കഷ്ണം പൊള്ളിക്കാനായിട്ട് എടുക്കുകയാണ്. അതാണ് ഞാൻ ഇത്ര അധികം ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തത്. ഇപ്പോൾ ഒരു 4 കഷ്ണത്തിനൊക്കെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 സ്പൂണ് മുളക് പൊടിയൊക്കെ മതി. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് പെരിഞ്ജീരകം, ഞാനിത് മുഴുവൻ പെരിഞ്ജീരകം ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ചതച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ. വലിയ ചെറുനാരങ്ങയൊക്കെ ആണെങ്കിൽ 1 മുറി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതി. 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആദ്യം ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലോണം കൈവച്ച് തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ബാക്കി ഇത് മിക്സ് ചെയ്യാൻ നമുക്ക് സാധാ വെള്ളം ഒഴിച്ചങ്ങാണ്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ചെയ്തെടുക്കുക. നമ്മൾ സാധാ മസാലയൊക്കെ മീനിന് തേക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതാ മസാലയൊക്കെ നല്ല പേസ്റ്റ് പോലെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ ഒന്ന് രുചിച്ച് നോക്കി. പാകത്തിനുള്ള ഉപ്പുള്ളും കൂടി പോവരുത് കേട്ടോ. നമുക്കിത് ലാസ്റ്റ് പൊള്ളിക്കാനുള്ളതല്ലേ. ഇനി ഓരോ ഞാൻ കഴുകി ഊറ്റി വെച്ചത് ഇനിയേ മീനിന് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോ കഷ്ണം ഞാൻ ഇതേപോലെ മസാല തേച്ച് വേറൊരു പാത്രത്തിലേക്ക് അട്ടിക്ക് വെച്ച് കൊടുക്കുകയാണ്. എല്ലാ കഷ്ണം കൂടി ഇതിലിട്ട് നമ്മൾ ഒപ്പര മസാല പരട്ടുമ്പോൾ മീൻ കഷ്ണമൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഓരോ കഷ്ണം അങ്ങനെ എടുത്തിട്ട് മസാല തേക്കുന്ന കേട്ടോ നല്ലത്. അപ്പോൾ എല്ലാ മീൻ കഷ്ണവും ഞാൻ ഇതേപോലെ മസാല തേച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 6 കഷ്ണം മീനാണ് കേട്ടോ ഈ ഒരു മസാല തേച്ച് വെച്ചത്. ഇത് കണക്ക് കഴിഞ്ഞു. 6 കഷ്ണം മീനിന് 4 കഷ്ണമാണ് ഞാൻ പൊള്ളിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു മീനിൻ്റെ കഷ്ണം മസാലയൊക്കെ നല്ലോണം ഈ മീനിൽ പിടിക്കട്ടെ. ഇതിവിടെ ഞാൻ അടച്ച് വെക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി ഈ മീൻ പൊള്ളിച്ചെടുക്കാൻ ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായാൽ ഇതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 3 വലിയ ഉള്ളി സവാള നേരിയതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് നിങ്ങളെ കയ്യിലുള്ളതെങ്കിൽ ഒരു 4 എണ്ണം വരെ എടുക്കാം കേട്ടോ. ഞാനിതൊരു 4 മീൻ കഷ്ണമാണല്ലോ പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉള്ളി കറക്റ്റ് ആയിന് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 5-8 ചുള ചെറിയുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയുള്ളി ചതച്ചതും കുറച്ച് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ ഉള്ളിക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് പൊടിപ്പാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായി വഴറ്റി കൊടുക്കുക. ഉള്ളി നല്ലോണം വഴന്ന് വരണം. ആ സമയം വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇതേപോലെ ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് സമയമൊക്കെ അടച്ച് വെച്ചിട്ടും വഴറ്റിയെടുക്കാം കേട്ടോ. എന്നാൽ പെട്ടെന്ന് വഴന്ന് വരും. അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2-3 മിനിറ്റ് സമയം അടച്ച് വെച്ചതിന് ശേഷം ഒന്നങ്ങ് തുറന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം അടച്ച് വെക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നല്ല ഉള്ളി സോഫ്റ്റായിട്ട് വരുള്ളൂ. ഉള്ളി നന്നായി സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ തക്കാളി നേരിയതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തതാണ്. മീഡിയം സൈസിലുള്ള തക്കാളി ആണെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാം.
ഈ തക്കാളി ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായി സോഫ്റ്റായി വരണം. അപ്പോൾ ഈ തക്കാളിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് 3 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. പച്ചമുളകൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ 3 എടുത്തത്. പിന്നെ അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ നല്ലോണം ഒന്നും കൂടി സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്നും കൂടി അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അങ്ങനെ തുറന്ന് ഇളക്കി കൊടുത്ത് ഉള്ളിയും തക്കാളിയും ഇതിൽ ചേർത്തതൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഒരു ക്രീം പരുവായി വരുന്നവരെ നമുക്കിത് വഴറ്റി കൊടുത്തും കൊണ്ടേ ഇരിക്കണേ. അപ്പോൾ കുറച്ച് ടൈം അടച്ച് വെച്ച് തുറന്നൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്നും കൂടി വഴറ്റി കൊടുക്കട്ടോ. ഈ ടൈമിലൊക്കെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ്. ഇടയ്ക്ക് നല്ലോണം കൈയെടുക്കാതെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി, പിന്നെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി 1/2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. 1 സ്പൂണ് മല്ലിപ്പൊടിയും 1/2 സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഈ പൊടികളൊക്കെ ചേർത്ത് ഒരു 2 മിനിറ്റ് സമയം ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പൊടിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് തേങ്ങ എടുത്തത് 1 മുറിൻ്റെ പകുതിയാണ് കേട്ടോ. അതായത് ഒരു 1/2 കപ്പ് തേങ്ങ ഉണ്ട്. അത് നന്നായി മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ച് ഫസ്റ്റ് പാല് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ടിക്കുള്ള തേങ്ങാപ്പാൽ അതൊരു 1/4 കപ്പ് തേങ്ങാപ്പാലുണ്ടാവും. പിന്നെ വീണ്ടും ഞാൻ ആ ഒരു പിഴിഞ്ഞെടുത്ത തേങ്ങയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചങ്ങാണ്ട് ഒന്നങ്ങ് അടിച്ച് പിഴിഞ്ഞെടുത്തതാണ് 2ാം പാല്. അതൊരു 1/2 ഗ്ലാസ് ഉണ്ട് കേട്ടോ ഈ ഒരു തേങ്ങാപ്പാൽ. അത് ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതും ഒഴിച്ച് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നമുക്കിത് വറ്റിച്ചെടുക്കണം. ഈ ഒരു ഉള്ളിൻ്റെ മിക്സിൽ ഈ ഒരു തേങ്ങാപ്പാൽ വറ്റിച്ച് എടുത്തിട്ട് ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിവിടെ ആ 1/2 ഗ്ലാസ് 2ാം പാല് ഞാനിവിടെ 2 പ്രാവശ്യമാണ് കേട്ടോ. 2 പ്രാവശ്യമായിട്ടാണ് ഒഴിച്ച് കൊടുത്തത്. ആദ്യം കുറച്ച് ഒഴിച്ച് ഒന്നങ്ങ് വറ്റിയതിന് ശേഷം ബാക്കി വീണ്ടും ഒഴിച്ച് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം എടുത്ത് ഈ ഒരു തേങ്ങാപ്പാലൊക്കെ വറ്റിച്ച് ഒരു ക്രീം പരുവാക്കി നമുക്ക് ഈ ഒരു മസാല എടുത്താൽ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം കുറച്ച് ടൈം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലുള്ള 2ാം പാലൊക്കെ നന്നായി വറ്റിയതിന് ശേഷം ഒന്നങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതാ സോഫ്റ്റായിട്ട് നല്ല ക്രീം പോലെ ആയി വന്നിട്ടുണ്ട് അല്ലേ. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിതിവിടെ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. കുറച്ചൊന്ന് രുചിച്ച് നോക്കിയപ്പോൾ ലേശം ഒരു ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാനിനി കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ നമുക്കിത് ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ച് പെട്ടെന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. കുറച്ച് ടൈം ഒന്ന് വറ്റിച്ചാൽ മതി. നല്ല ഇതേപോലെയുള്ള ക്രീം പോലെ ആയിട്ടാണ് ഞാൻ ഈ ഒരു മസാല തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തയ്യാറായ മസാല ഞാനിവിടെ അടച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മസാല തേച്ച് വെച്ച. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായാൽ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ. മീൻ മസാല തേച്ചത് ഇതിലേക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ മീനെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊള്ളിക്കാനായിട്ട് എടുക്കുന്ന മീൻ ഒരുപാട് പൊരിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കൂലേ ഒരു 1/4 ഭാഗം വേവിൽ, അതുപോലെ എടുത്താൽ മതിയേ. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് മൊരിച്ചെടുക്കണ്ട പൊള്ളിക്കാനുള്ള മീൻ. ഞാനിതിൽ 4 കഷ്ണമാണ് പൊള്ളിക്കാൻ എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 5 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളിവിടെ ഉച്ചക്കത്തെ ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊള്ളിക്കാനുള്ള മീൻ ഞാൻ ഒരുപാട് നെരിച്ചെടുക്കുന്നില്ല കേട്ടോ. ഒരു 1/4 ഭാഗം വേവായാൽ ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക.
എന്നിട്ട് ആ ഭാഗം കുക്കായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഈ ഒരു മീൻ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫ്ലെയിമൊന്നും കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ചെറിയ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ അതാ ഒന്ന് ഞാനിത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഭാഗവും അതേപോലെ ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതവിടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് പൊള്ളിക്കുക എന്നുള്ളതൊന്ന് നോക്കട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ പൊള്ളിച്ചെടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ വാഴൻ്റെ ഇല വെട്ടിക്കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്നങ്ങ് വാട്ടിയെടുക്കുകയാണ്. ഇത് നമ്മൾ പൊതിയുന്ന സമയത്ത് ഇല പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടിയെടുത്ത ഇലൻ്റെ തണ്ടൊക്കെ പോക്കി ഇല മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഇലൻ്റെ മുകളിൽ കുറച്ച് മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ച മീൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ മീൻ മൂടക്കത്തെ വിധം വീണ്ടും മസാല വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ അതാ മീൻ നടുക്കും മസാല ഒക്കെ എല്ലായിടത്തും വെച്ചൊന്ന് പൊതിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ തക്കാളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും അതേപോലെ തന്നെ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു പൊള്ളിച്ച് കഴിഞ്ഞ് ഈ ഒരു പൊതി കഴിക്കുന്ന സമയം നമുക്കിതിങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇത് ടേസ്റ്റിനൊന്നും ബാധിക്കൂലേ. ഞാനിത് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്കിത് പൊതിഞ്ഞിട്ട് ഇതേപോലെ പൊതിഞ്ഞ് ഒരു വാഴൻ്റെ നാര് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിത് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതാ ഒരു പൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി 3 കഷ്ണവും ഞാൻ ഇതേപോലെ പൊതിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഒരേ രീതിയിലൊക്കെ മീൻ വെച്ച് കഴിക്കാതെ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇങ്ങനെ പൊള്ളിച്ചെടുക്കാമല്ലോ. ഈ ഒരു പൊള്ളിച്ചതും പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. ഇനി ചപ്പാത്തിക്കൊപ്പം ആണെങ്കിലും സാധാരണ ചോറിനാണെങ്കിലും പത്തിരി പുട്ട് എന്തിനും മാച്ചാണ്. ഈ ഒരു മസാലയുടെയൊക്കെ ഒരു പരുവം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നല്ല ക്രീമി ആയിട്ടുള്ള നല്ലൊരു മസാല ആയിരുന്നു കേട്ടോ. ആ മസാല മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ടാണെന്നൊക്കെ പറയാം കേട്ടോ. കാരണം ഇത് അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ചില സ്റ്റെപ്പുകളൊക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കാനും ഒക്കെ നല്ല രസമാണ്. അതായത് ഈ പൊതിയുന്നതും ഈ പൊതി കെട്ടയക്കുന്നതും ഈ പൊതിയോടുകൂടെ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നതും ഒക്കെ ആ ഒരു സ്മെല്ലും ഒക്കെ ഒരു നല്ല ഹരമാണ് കേട്ടോ കിച്ചണിലുണ്ടാവുക. അപ്പോൾ ഒരു ദിവസം ഈ ഒരു മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതാ 4 എണ്ണം നമുക്ക് ഇനി ഒന്ന് പൊള്ളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി സ്റ്റൗമ്മൽ വെച്ചെടുത്ത് സ്റ്റൗ ഓണാക്കി ചീനച്ചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എടുത്താലും മതി. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഒരുപാടൊന്നും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. 1-2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൽ തന്നെ നമുക്ക് 4 പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഓരോ പൊതിയും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പൊതി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായി ഈ ഇലയൊക്കെ ഒന്ന് വാടി ഇതേപോലെ ആയി വന്നാൽ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് അടുത്തതും ഇതേപോലെ ഇട്ടുങ്ങാണ്ട് ഒന്നങ്ങ് പൊള്ളിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ 4 ഞാൻ ഇതേപോലെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് രാത്രിയാണ് കേട്ടോ ഈ മീൻ പൊള്ളിച്ചത്. എന്നിട്ട് ചപ്പാത്തിയാണ്. ചപ്പാത്തിൻ്റെ കൂടാണ് ഞങ്ങളിത് കഴിക്കുന്നത്. എന്തിൻ്റെ കൂടി ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം തന്നെയെങ്കിലും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും നിങ്ങളെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ ഫ്രണ്ട്സ്.